ഹായ് എവരിവൺ, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. എന്നോട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ്, സാർ വീട്ടിലിരുന്ന് നമുക്ക് എങ്ങനെയാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക, അതിന് കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? ഞങ്ങൾക്ക് കോഴ്സിനൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഓഫ്ലൈനായിട്ട് സെഷൻ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെയൊന്ന് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുക, ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലിരുന്ന് നമുക്ക് എങ്ങനെയാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, 5 രീതി കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സ് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ 5 നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ 2, 3, 1 നിങ്ങൾക്ക് നിരന്തരം പ്രാക്ടീസ് ചെയ്താലും നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും. ഇതുപോലെ മുൻപും നിങ്ങളുടെ വീട്ടിലിരുന്ന് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുൻപ് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഐ ബട്ടണിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ വീഡിയോ കൂടെ ഒന്ന് കണ്ട് പ്രാക്ടീസ് ചെയ്യാം. വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള മെത്തേഡാണ്. എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ അതിന് പറയുക ടങ് ട്വിസ്റ്റേഴ്സ് എന്നാണ് പറയുക. ടങ് ട്വിസ്റ്റേഴ്സ് നമുക്ക് എല്ലാം അറിയുന്നതാണ് എന്താണ് ഈ ടങ് ട്വിസ്റ്റേഴ്സ് എന്നുള്ളത്, അല്ലേ? നമ്മൾ മലയാളത്തിലൊക്കെ ഒരുപാട് ടങ് ട്വിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞ് ചിരിച്ച് മണ്ണ് തപ്പാറുണ്ട്. അപ്പൊ ഒരു വാപ്പയാണ് വാപ്പ വാപ്പ വാപ്പാന്ന് വിളിച്ചോണ്ടൊന്നും വാപ്പ വാപ്പയാവൂല. വാപ്പാടെ വാപ്പാനെ പോലത്തെ വാപ്പയാണ് വാപ്പ. അല്ലാതെ വാപ്പാനെ പോലത്തെ വാപ്പാനെയൊക്കെ വാപ്പാന്ന് വിളിക്കണ എന്നെ വേണം വാപ്പാന്ന് വിളിക്കാൻ. ഇംഗ്ലീഷിലെയും ടങ് ട്വിസ്റ്റേഴ്സ് അതുപോലെ തന്നെയാണ്, വളരെ ഫണ്ണിയാണ്. പക്ഷെ നിങ്ങൾ ആദ്യം ടങ് ട്വിസ്റ്റേഴ്സ് വളരെ പതിയെ പറഞ്ഞു തുടങ്ങുക, പതിയെ സ്പീഡ് ഗെയിൻ ചെയ്യുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടങ് ട്വിസ്റ്റേഴ്സുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതും നല്ലതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം നമുക്ക് പതിയെ ഫ്ലുവൻസി, ലാംഗ്വേജിൻ്റെ സ്പീഡ്, ഇതെല്ലാം പതിയെ നമ്മൾ ഗെയിൻ ചെയ്യാനായിട്ട് തുടങ്ങും. ശരിക്കും ടങ് ട്വിസ്റ്റേഴ്സ് ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ലാംഗ്വേജിനെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അതിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ കുറച്ച് ടങ് ട്വിസ്റ്റേഴ്സുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ടങ് ട്വിസ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഒപ്പം നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറേ ടങ് ട്വിസ്റ്റേഴ്സുകൾ കിട്ടും. കുറച്ചെണ്ണം ട്രൈ ചെയ്യുന്നതൊക്കെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ പലതും ഒരു ദിവസം ഒരു ടങ് ട്വിസ്റ്റർ എടുക്കുക, ഒരു 4-5 ആവർത്തി പതിയെ പറഞ്ഞു നോക്കുക. അതിനുശേഷം അതിന് കുറച്ച് സ്പീഡ് ഗെയിൻ ചെയ്ത് കുറച്ചും കൂടി ഒന്ന് എലാബറേറ്റഡ് ആയിട്ട് നന്നായിട്ട് പറഞ്ഞു നോക്കുക. അപ്പോൾ നമുക്ക് തന്നെ ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ നമ്മളിത് ബൈ ഹാർട്ട് പറഞ്ഞിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ലാംഗ്വേജ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ മെത്തേഡാണ് ഇത് ടങ് ട്വിസ്റ്റേഴ്സ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ടോക്ക് ലൈക്ക് എ കിഡ് എന്ന് പറയും. ടോക്ക് ലൈക്ക് എ കിഡ്, കുട്ടികളെ പോലെ സംസാരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വീട്ടിലൊരു 3 വയസ്സായ 4 വയസ്സായ അല്ലെങ്കിൽ 5 വയസ്സായ ഒരു കുഞ്ഞ് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി എങ്ങനെയാണ് സംസാരിക്കുക? അവർ സംസാരിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ വരുത്തും, അല്ലെങ്കിൽ അവർ വരുത്തുന്ന സ്ട്രക്ചറുകളൊക്കെ ഭയങ്കര രസമാണ്, അല്ലേ? വളരെ ബേസിക് സ്ട്രക്ചറുകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് യു കം, ഐ ഗോ, ഐ വാണ്ട് വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അവർ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ വെജിറ്റബിൾസ്, അല്ലെങ്കിൽ വെജിറ്റബിൾസിൽ തന്നെ ക്യാരറ്റ് എന്ന് പറയുന്നത്, ക്യാരറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ കുറച്ച് സംസാരിക്കുക. 4-5 മിനിറ്റ് നിങ്ങൾ സംസാരിക്കുക. വലിയ ഫ്ലുവൻസിയിൽ വലിയ സംഭവമായിട്ടൊന്നും സംസാരിക്കേണ്ട. 5 മിനിറ്റും അല്ലെങ്കിൽ 3 മിനിറ്റ് ക്യാരറ്റിനെ കുറിച്ച് ഒരു കുഞ്ഞ് അതിനോട് ഡിസ്ക്രൈബ് ചെയ്ത എന്തായിരിക്കും പറയുക, അതുപോലെ ഡിസ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മൂവിയെ കുറിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഏതെങ്കിലും ഒരു ടോപ്പിക്കുകളൊക്കെ എടുത്തിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂട്ടോ. ഭയങ്കര രസമാണ്. ആരും ഇല്ലാത്ത സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ശബ്ദമൊക്കെ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞു മക്കളുടെ അടുത്ത് അവർ സംസാരിക്കുന്നത് പോലെ തന്നെ ഇംഗ്ലീഷിൽ സംസാരിച്ച് നോക്കി. ഇപ്പോൾ LKG UKG പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അവരും കൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അവർ നിങ്ങളോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങും. എൻ്റെ ഏറ്റവും വലിയ ഗുണം, നിങ്ങൾ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യും, അവരും ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മക്കളും ഡെവലപ്പ് ചെയ്തോട്ടെ, നിങ്ങൾ ഡെവലപ്പ് ചെയ്തോട്ടെ. ഇനി കല്യാണം കഴിക്കാത്ത ആളുകളാണ്, നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുക. വെറുതെ ഇങ്ങനെ ഓരോ കുഞ്ഞു കാര്യങ്ങൾ എപ്പോഴും ഒരു 5 മിനിറ്റ് എങ്കിലും മിനിമം സംസാരിക്കുന്നുണ്ട് എന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഒരു 5 വയസ്സുള്ള കൊച്ചിൻ്റെ സ്റ്റാൻഡേർഡിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ഗെയിൻ ചെയ്യും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് 5 വയസ്സുകാരൻ്റെയാണ്. നമ്മൾ ആ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മുടെ ലാംഗ്വേജ് അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്ത് വരും. മൂന്നാമതാണ് സ്റ്റോറി ടെല്ലിംഗ്.
കഥകൾ പറയുക. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ മക്കളോട് ഇംഗ്ലീഷിൽ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ എക്സ്പ്രഷനിലൊക്കെ പറയാനായിട്ട് ശ്രമിച്ചോളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ കിങ്, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയില്ലേ, ഓ ദർ വാസ് എ ടൈഗർ ഇൻ ദ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു എക്സ്പ്രഷനോടുകൂടെ ക്യൂരിയോസിറ്റിയോടുകൂടെയൊക്കെ കുഞ്ഞുങ്ങളുടെ അടുത്ത് സ്റ്റോറികൾ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പറയാനായിട്ട് ഇനി മക്കളില്ല, ഒരു കാമുകനാണുള്ളത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടാണുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തുണ്ട്, അവരോട് എല്ലാ ദിവസവും പറയാം, ഞാൻ ഒരു കഥ പറഞ്ഞു കിട്ടും നിന്നോട് ഇംഗ്ലീഷിൽ, ഞാൻ വെറുതെ ഒരു സിമ്പിളായിട്ടൊരു കഥ പറയാം എന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഇംഗ്ലീഷിലൊരു കഥ പറയാം, ഒരാളൊരു കഥ പറയാം, മറ്റേ ആൾ വേറൊരു കഥ പറയാം. വീട്ടിലുള്ളവർ തമ്മിൽ പരസ്പരം ഇംഗ്ലീഷിൽ ഇങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 സ്റ്റോറി ബുക്സ് ഒക്കെ വായിക്കാം കേട്ടോ. സ്റ്റോറി ബുക്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സ്ട്രക്ചറുകളൊക്കെ കിട്ടും. ഇനി നിങ്ങൾക്ക് ആ സ്റ്റോറി ഇന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു 2-3-4 ആവർത്തി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സ്റ്റോറി ബുക്സുകൾ ഒരുപാട് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നൊക്കെ കിട്ടും. അപ്പം സ്റ്റോറി ബുക്സ് ഒക്കെ മേടിച്ചിട്ട് ഒരു 3-4 ആവർത്തി അതൊക്കെ വായിച്ച് ആ സ്റ്റോറി അതുപോലെ തന്നെ ഒന്ന് നരേറ്റ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. അത് നമ്മുടെ ലാംഗ്വേജ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഏരിയയാണ്. 4ാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഡെയിലി ഓഡിയോ ഡയറി എന്നുള്ളതാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ നമ്മൾ വീടുകളിലിരുന്ന് ഡയറി എഴുതും ഇല്ലേ, ജേർണലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഡയറി എഴുതുന്ന പരിപാടികളൊക്കെ നമ്മൾ അവസാനിപ്പിച്ചു. പകരം ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു അടിപൊളി മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഓഡിയോ ഡയറി ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വാട്സാപ്പിൽ ഈ സെൽഫിന് മെസ്സേജ് അയക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. നമുക്ക് തന്നെ മെസ്സേജ് അയക്കുക. വാട്സാപ്പിൽ നമുക്കിപ്പോൾ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്, നമുക്ക് തന്നെ മെസ്സേജ് അയക്കുക. അപ്പോൾ ഒരുപാട് പേര് വീട്ടിലേക്ക് മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് അയക്കുന്നതാണ്, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്യാനുള്ളത് കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് തന്നെ അയക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഓഡിയോ മെസ്സേജ് അയച്ചാൽ മതി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയും, ഒരു ദിവസം അന്നത്തെ ദിവസം നിങ്ങൾ ചെയ്ത മേജർ കാര്യങ്ങളെല്ലാം ഓഡിയോ ആയിട്ട് നിങ്ങൾക്ക് തന്നെ അയക്കുക. അത് ഓട്ടോ ക്ലിയർ കൊടുത്തിട്ടില്ല എന്ന് മേക്ക് ഷുവർ ചെയ്തോളൂ കേട്ടോ. കാരണം ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് കിടക്കണം. വിചാരിക്കണം നിങ്ങളുടെ പ്രൈവസിയിലേക്ക് വേറെ ആരും കൈകടത്തില്ല എന്ന്. നിങ്ങളിതിങ്ങനെ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക. ഇത് മുൻപ് ചെയ്ത ഓഡിയോ ഡയറികളൊക്കെ ഇടയ്ക്ക് കേൾക്കുക. അത് തന്നെ ഭയങ്കര രസമാണ്. അന്ന് നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങൾ ഇതിലൊപ്പം തന്നെ നിങ്ങളെ സർപ്രൈസ് ചെയ്യിക്കുന്ന ഒരു എലമെൻറ്റ് കൂടി ഉണ്ടാവും. പണ്ട് പറഞ്ഞതുപോലെയല്ല നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത്, നിങ്ങൾ ഒരുപാട് ഏരിയകളിൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാവാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പം ഓഡിയോ ഡയറി ഓക്കെ ഇന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ, ഒന്ന് ട്രൈ ചെയ്തോളൂ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓഡിയോ ഇങ്ങനെ പറഞ്ഞ് അടുത്ത ദിവസം വീണ്ടും ഒന്ന് ഓഡിയോ കൊടുത്ത് നിങ്ങൾ ഒരു ദിവസം ചെയ്ത മുഴുവൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു, എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. ഇനി നമ്മുടെ അവസാനത്തെ 5ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് തിങ്ക് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? നിങ്ങൾ ആ പറയുന്ന കാര്യം ഒന്ന് ഇംഗ്ലീഷിൽ ചിന്തിച്ച് നോക്കിയാൽ, വെറുതെ ഇംഗ്ലീഷിലിരുന്ന് ചിന്തിക്കുക, വെറുതെ ഇംഗ്ലീഷിലിരുന്ന് വർത്തമാനം പറയുക, മനസ്സിൽ വർത്തമാനം പറയുക. ഓക്കെ, പുറത്ത് വെറുതെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാന്താന്ന് പറയും, ഉള്ളിൽ നമ്മൾ എന്ത് സംസാരിച്ചാലും ഒരു കുഴപ്പമില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ടങ് ട്വിസ്റ്റർ ആയാലും സ്റ്റോറി ആണെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് 5 വയസ്സുകാരനെ പോലെ സംസാരിക്കുന്നതായാലും നമുക്കത് മനസ്സിൽ കൂടെ ചെയ്യാം. ഓക്കെ, പബ്ലിക്കായിട്ടല്ലാതെ, പബ്ലിക്കായിട്ടാണ് ചെയ്യേണ്ടത്. ഒപ്പം ആ സെയിം സംഗതി നിങ്ങൾ മനസ്സിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ മനസ്സിൽ ഇംഗ്ലീഷിൽ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് മനഃപൂർവ്വം ഇംഗ്ലീഷിൽ ചിന്തിക്കുക, മനഃപൂർവ്വം ഇംഗ്ലീഷിൽ സംസാരിക്കുക. അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇതുപോലെ ഒരു 6ാമത്തെ ബോണസ് ടിപ്പാണ്. എന്താണെന്നറിയോ, കണ്ടിന്യൂസ് ആയിട്ട് നല്ല ഇംഗ്ലീഷിൽ ലിസൺ ചെയ്യുക. വീട്ടിൽ നമ്മൾ ഒരു വെബ് സീരീസോ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്സുകളോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാം നമ്മളൊരു 1/2 മണിക്കൂറെങ്കിലും കാണുന്നുണ്ട് കൂടെ മേക്ക് ഷുവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സായിട്ട് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനുമുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളുടെ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ ക്ലാസ്സുകളും ഉണ്ട്, ഗ്രൂപ്പ് ക്ലാസ്സസും ഉണ്ട്. വളരെ മിതമായിട്ടുള്ള എമൗണ്ടിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സസ് എല്ലാം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, it's bye from Linto.